بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. സോൾ ടോക്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സോൾ ടോക്സ് ഈ ഒരാഴ്ച തുടങ്ങുന്ന മഹ്ഫിലെ മഹബ്ബ എന്ന പേരിലുള്ള കോഴ്സിൻ്റെ 2ാം ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ മഹ്ഫിലെ മഹബ്ബ എന്താണ്, ആ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്തായിരിക്കും അതിൻ്റെ മെത്തേഡ്, ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ചക്കെടുക്കുന്നത്. അപ്പോൾ മഹ്ഫിലെ മഹബ്ബ ഒരു 5 ദിവസത്തെ കോഴ്സാണ്. അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് ഇൻഷാ അല്ലാഹ് ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് പറയാം. മഹ്ഫിലെ മഹബ്ബയിൽ നമ്മുടെ കോർ പോയിൻ്റ് ഡിവൈൻ ലവ് ആണ്, ദൈവികമായ സ്നേഹം എന്ന വിഷയം. അത് നമുക്ക് മൈൻഡ് പവർ ടൂളുകളിലൂടെ വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ചില പുതിയ ശീലങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ അത് നേടിയെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കൂടെ കൊണ്ട് നടക്കാം എന്നതിനുള്ള ചെറിയ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് മഹ്ഫിലെ മഹബ്ബ. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ടാസ്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നിങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് മഹ്ഫിലെ മഹബ്ബ തുടങ്ങുന്നത് 25-ാം തീയതി മുതലാണ്. അപ്പോൾ ഒരു 4 ദിവസത്തെ ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 25-ാം തീയതി മുതൽ തുടങ്ങണം. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ ചെറിയൊരു ഡോസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ട്രയൽ വേർഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാം. എന്നിട്ട് പ്രാക്ടിക്കലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ജോയിൻ ദ കോഴ്സ്. അതാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇൻട്രൊഡക്ഷൻ ടു മഹ്ഫിലെ മഹബ്ബ എന്നൊരു വിഷയം വെച്ചതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒന്നുകൂടി പറയുന്നു, മഹ്ഫിലെ മഹബ്ബ എന്ന കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഡിവൈൻ ലവ് ആണ് നമ്മുടെ വിഷയം. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ദൈവികമായ സ്നേഹം ഉണ്ട് എന്നറിയുവാനും ആ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നത് അറിയുവാനും, അതേപോലെ തന്നെ ആ സ്നേഹത്തെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി കൊണ്ടുവരാം എന്നതിനുള്ള ഒരു വഴിയാണ് നമ്മൾ ആലോചിക്കുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ ചില സമയത്തൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നും, ഇത് ഇനി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കൊണ്ടു നടക്കുമെന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ടാകും. പക്ഷേ ആ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു വൈബിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ മെല്ലെ മെല്ലെ നമ്മുടെ ശീലങ്ങളിൽ നിന്ന് അത് മാറിപ്പോവുകയും ആ കാര്യം നമ്മുടെ ശീലമാക്കി എടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുകയും ചെയ്യുന്നത് കാണാറുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാകും, എൻ്റെ റബ്ബ് എന്നെ ഇത്രയേറെ സ്നേഹത്തോടെ പരിപാലിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു വിഷയം നമ്മൾ ചില സമയത്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും. ആ സമയത്തൊക്കെയും നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യം, പടച്ചോനെ ഈ ഒരു അനുഭവം ഒന്ന് കുറച്ച് കാലത്തേക്കെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാഴ്ചകളിൽ, എൻ്റെ കേൾവികളിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ മനനങ്ങളിലെല്ലാം എൻ്റെ റബ്ബിനോടുള്ള ആ സ്നേഹം അങ്ങനെ നിറഞ്ഞനുഭവിക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ അറിയാതെ കൊതിച്ചു പോയിട്ടുമുണ്ടാകും. ചിലപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരു അനുഭൂതി ചില സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ആ അനുഭൂതിയെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കി മാറ്റാം എന്നത് നമ്മളൊരു പക്ഷേ മറന്നു പോകുന്നത് കൊണ്ടോ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ
നമ്മൾ സാധാരണ പറയാറുണ്ട്, നമുക്ക് അറിയാത്ത കാര്യങ്ങളെ അറിയുക എന്നതിനേക്കാൾ എളുപ്പമുള്ള ഒരു വഴിയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി നോക്കുക എന്നുള്ളത് കുറച്ചുകൂടി എളുപ്പമുള്ള പണിയാണ്. അറിയാത്ത കാര്യങ്ങളെ അറിയാൻ ശ്രമിക്കുന്നതിനേക്കാൾ അറിഞ്ഞ കാര്യങ്ങളെ തന്നെ പ്രാക്ടിക്കലാക്കാൻ ആരെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അള്ളാഹ് പറയുന്നുണ്ട് നമ്മളോട്, ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അത് ഓരോ മനുഷ്യനോടുമുള്ള കൽപ്പനയാണ്. ഫദക്കിർ, നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം, ഉപദേശങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കണം. എന്നാൽ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, അത് മുഅ്മിനിന് ഉപകാരപ്പെടും. രണ്ട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ പഠിക്കാനുണ്ട്. നമുക്കൊരു തെദ്കിറത്ത്, ഒരു ഓർമ്മപ്പെടുത്തൽ കിട്ടിയിട്ട് അത് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ ഈമാൻ ഉണ്ട് എന്നാണ്. ഇനി ഈമാൻ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓർമ്മപ്പെടുത്തലുകൾ ഉപകാരപ്പെടുകയും ചെയ്യും. ഈ രണ്ട് സൂചനകളും ഈ ഒരായത്തിലുണ്ട്. അപ്പോൾ അതേപോലെ ഇതൊരു ഓർമ്മപ്പെടുത്തൽ എങ്ങനെ നമുക്ക് എല്ലാ സമയത്തും നമ്മെ ഓർമ്മപ്പെടുത്താൻ മറ്റൊരാൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരവസ്ഥ നമുക്ക് എങ്ങനെ സാധിച്ചെടുക്കാം? അവിടെയാണ് ഡിവൈൻ ലവ് എന്നുള്ള ദൈവികമായ സ്നേഹം, അൽ ഹുബ്ബുൽ ഇലാഹിയായ ഈ സ്നേഹത്തെ, അല്ലെങ്കിൽ അൽ ഹുബ്ബുർ റബ്ബാനി എന്ന് പറയാം, റബ്ബിനോടുള്ള ആ സ്നേഹത്തെ. നമുക്ക് സത്യത്തിൽ എല്ലാവർക്കും റബ്ബിനോട് ഏറ്റവും നല്ല സ്നേഹമുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ആമുഖങ്ങളൊന്നുമില്ലാതെ, ഈ പറയപ്പെട്ട ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോട് നമ്മൾ പറയാണ്, നമുക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് സംസാരങ്ങൾ ആരോടൊക്കെയായിരുന്നു എന്ന് എഴുതാൻ പറഞ്ഞാൽ, ഏറ്റവും ഇഷ്ടപ്പെട്ട സംസാരങ്ങൾ, നമ്മൾ ഏറ്റവും ആസ്വദിച്ച് സംസാരിച്ചത് ആരോടൊക്കെയാണ് എന്നൊന്ന് എഴുതി നോക്കാൻ പറഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിൽ ഒരു പക്ഷേ അള്ളാഹുവിനോട് ഞാൻ സംസാരിച്ചു, എൻ്റെ ഖാലിഖായ റബ്ബിനോട് ഞാൻ സംസാരിച്ചു എന്നുള്ളത് നമ്മുടെ ഓർമ്മയിൽ വന്നുകൊള്ളണമെന്നില്ല. സത്യത്തിൽ എല്ലാ ദിവസവും നമ്മളെല്ലാവരും റബ്ബിനോട് 5 നേരം ചുരുങ്ങിയത് നമ്മളൊന്ന് സംസാരിക്കുന്നുണ്ട്. അവൻ്റെ സംസാരം നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ സംഭാഷണം നടത്തുന്നുണ്ട്. പക്ഷേ അതിനെ നമ്മൾ ആ സംഭാഷണം എന്ന രീതിയിൽ കാണാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ റബ്ബിനോടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ, നമ്മളുണ്ടാവല്ലോ ചില പ്രത്യേകിച്ച് വീടുകളിൽ നിന്ന് വിട്ടു നിന്നിട്ട് ജോലിക്കോ അല്ലെങ്കിൽ പഠനാവശ്യത്തിനോ ഒക്കെ വേണ്ടി വീട്ടിൽ നിന്ന് വിട്ടുനിന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ചിലപ്പോൾ വീട്ടിലേക്ക് വിളിക്കാൻ മറന്നു പോകും. അപ്പോൾ നമ്മൾ എത്ര തിരക്കാന്നുണ്ടെങ്കിൽ ഒരു ദിവസം വിളിച്ചു, 2ാമത്തെ ദിവസം നമ്മൾ വിളിച്ചില്ല, പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരികയാണ്, പടച്ചോനെ ഇന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ടില്ലല്ലോ, ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഏത് തിരക്കിൻ്റെയും ഇടയ്ക്ക് നമ്മളൊന്ന് ആ ഒരു സമയം നമ്മൾ കണ്ടെത്തും. അത് നമുക്കും ആശ്വാസമാണ്, അപ്പുറത്തുള്ളവർക്കും ആശ്വാസമാണ്. ഇതേപോലെ എപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഡിസ്കണക്റ്റഡായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ റബ്ബിനോടൊന്ന് സംസാരിച്ച് വരട്ടെ എന്ന് നമുക്ക് തോന്നാറുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. ഇത് തോന്നാറില്ല എങ്കിൽ ഇതിൻ്റെ ഒരു സൂചന, നിസ്കാരം എന്നുള്ള എല്ലാ സമയത്തും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിമഹത്തായ ഒരു കർമ്മത്തെ റബ്ബിനോട് സംസാരിക്കാൻ, അഥവാ എൻ്റെ ഏറ്റവും സ്നേഹപ്രിയനായ റബ്ബിനോട്, എന്നെ ഈ ലോകത്ത് ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ റബ്ബിനോട് സംസാരിക്കാനുള്ള അവസരമായിട്ട് നിസ്കാരത്തെ നാം കാണുന്നില്ല എന്നതായിരിക്കും അതിൻ്റെ ഒരു സൂചന. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്ന, എല്ലാവരും അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇലാഹിയായ സ്നേഹം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരാൾ പോലും അവൻ്റെ 2 നിഅമത്തുകളിൽ നിന്ന് ഒരു നേരത്തും ഒഴിവായി പോകുന്നില്ല എന്ന് പറയാറുണ്ട്. എല്ലാ സൃഷ്ടികളും എല്ലാ സമയത്തും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 2 അനുഗ്രഹങ്ങളാണ്. ഒന്ന്, അള്ളാഹു നമ്മെ പടച്ചു എന്നുള്ളത്, ആ സൃഷ്ടിപ്പിൻ്റെ അനുഗ്രഹമാണല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ റബ്ബിൻ്റെ പരിപാലനം എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാ സമയത്തും റബ്ബിൻ്റെ സ്നേഹം നമ്മളിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിലേക്കൊന്ന് തിരിയാത്തതിൻ്റെ പ്രശ്നമായിരിക്കും. ഒന്നങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കത് ആഴത്തിൽ അനുഭവിക്കാൻ പറ്റും. സ്നേഹം എന്നുള്ളത് എപ്പോഴും അങ്ങനെയാണല്ലോ. സ്നേഹം, ഒരാൾക്ക് നമ്മളോട് വല്ലാത്ത സ്നേഹമുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് കാര്യമായൊരു ഫീലിംഗ് ഒന്നും ഉണ്ടാകില്ല. നേരെ മറിച്ച് അയാളുടെ സ്നേഹം അല്ലെങ്കിൽ അവരുടെ സ്നേഹം
ഈവൻ നമ്മുടെ ഉമ്മയാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ മക്കളാണെങ്കിൽ പോലും നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് പകരം ആ സ്നേഹം അനുഭവിക്കാൻ കിട്ടുന്ന ചില അവസരങ്ങളായിരിക്കുമല്ലോ ആ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ ഇത് അനുഭവിക്കാനുള്ളൊരു അവസരം ഉണ്ടാവണം എന്ന് ഉണ്ടായാൽ മാത്രമേ ആ സ്നേഹം ഉണ്ട് എന്നതിനെ നമ്മുടെ മനസ്സിനും തലച്ചോറിനും ആത്മാവിനുമൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ റബ്ബിൻ്റെ സ്നേഹത്തെ നമ്മൾ സദാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ ഒരു ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് അപകട സാധ്യതകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും അടുത്ത ഒരു നിമിഷത്തിലേക്ക് കടക്കുന്നത്. ഈ ഒരു നിമിഷം നമ്മുടെ അന്ത്യമുണ്ടാവാനുള്ള സാധ്യത എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ എത്രയോ ഉണ്ട്. നമ്മുടെ സാധ്യതകൾ, നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ആ ബിൽഡിങ് പൊളിഞ്ഞു വീഴാനുള്ള സാധ്യത ഒന്നാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. വളരെ കെയർ ചെയ്തിട്ട് നല്ല ശ്രദ്ധയോടുകൂടിയും ജാഗ്രതയോടുകൂടിയും നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ മറുവശത്ത് നിന്ന് മറ്റൊരാൾ അശ്രദ്ധ കാണിച്ചാൽ നമ്മുടെ ജീവൻ പൊലിഞ്ഞു പോകും. ഇങ്ങനെ നിരവധി അപകട സാധ്യതകളിൽ നിന്നെല്ലാം നമ്മെ സദാ സംരക്ഷിക്കുന്ന ഒരു റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഈമാന്റെ ഏറ്റവും ഒന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതാണ്. ഈമാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ അൻ തഅലമ അന്നല്ലാഹ മാക ഹൈസു മാ കുന്ത്, നീ അറിയലാണ് നിന്റെ റബ്ബ് സദാ നിന്റെ കൂടെയുണ്ട് എന്ന കാര്യം അറിയലാണ്, അഥവാ അത് അനുഭവിക്കലാണ് ഈമാൻ. ഡിസ്കണക്റ്റ് ആവുന്നുണ്ടോ ഇടയ്ക്ക്? ഈമാന്റെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥ റബ്ബ് നിന്റെ കൂടെയുണ്ട് എന്ന് സദാസമയവും അറിയലാണ്, അഥവാ അത് അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഈമാന്റെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥ. അപ്പോൾ റബ്ബ് എല്ലാവരുടെയും കൂടെ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എല്ലാവരുടെ കൂടെയും റബ്ബുണ്ട്. പക്ഷേ അത് അനുഭവിക്കുന്നവർ ആരൊക്കെ എന്നുള്ളതായിരിക്കും. നമുക്ക് കിട്ടുന്ന സ്നേഹങ്ങളെല്ലാം ഇന്ന ആള് എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയുക എന്നുള്ളത് ഒരു കാര്യമാണ്. ആ മനുഷ്യൻ നമ്മെ സ്നേഹിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നമ്മെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും സ്നേഹം നമ്മൾ അനുഭവിച്ചു കൊള്ളണമെന്നില്ല. ചിലരുടെ സ്നേഹം നമ്മൾ അനുഭവിക്കാതെ പോകുന്നുണ്ടാകും, ചിലർ നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഒരുപക്ഷെ അറിയാതെ പോകുന്നുണ്ടാകും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലർ നമ്മളോട് പറയുന്ന സന്ദർഭങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും. എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണെന്ന് ചിലരൊക്കെ നമ്മോട് പറയുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെടും. അങ്ങനെ ഉള്ള ഒരു ചാൻസ് എല്ലാവരുടെ ജീവിതത്തിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ദൈവികമായ സ്നേഹം, ഇലാഹിയായ സ്നേഹം എന്ന് പറയുന്നത് റബ്ബ് ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട്, റബ്ബ് ഇങ്ങോട്ട് എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളൊക്കെ അവൻ്റെ സ്നേഹവും അവൻ്റെ റഹ്മത്തും ഉള്ളത് കൊണ്ടാണ് അവൻ്റെ ഭൂമിയിൽ അവൻ്റെ വായു ശ്വസിച്ച് അവൻ തന്നതെല്ലാം അനുഭവിച്ച് എല്ലാ അനുഗ്രഹങ്ങളിലും മുങ്ങി ജീവിക്കുമ്പോഴും നമ്മൾ തെറ്റുകളൊക്കെ ചെയ്തിട്ടും നമ്മെ ഇങ്ങനെ നിലനിർത്തുന്നതും നമ്മെ ഇങ്ങനെ പോറ്റി വളർത്തുന്നതും നേരത്തെ പറഞ്ഞ അനേകായിരക്കണക്കിന് അപകട സാധ്യതകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും എല്ലാം എന്തിൻ്റെ സൂചനയാണ്? അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ ആ സ്നേഹം അനുഭവിക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ആ സ്നേഹത്തെ നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ചെറിയ ചെറിയ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടന്നാൽ നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിൽ
നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും. ഒന്ന് ശ്രദ്ധ കൊടുത്താൽ മതി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, അന ഇൻദ ദന്നി അബ്ദി ബി, ഞാൻ എൻ്റെ അടിമ എന്നെപ്പറ്റി എന്താണോ വിചാരിക്കുന്നത് അവിടെയാണ് ഞാൻ എന്ന്. അപ്പോൾ റബ്ബിനെ സ്നേഹനിധിയായ ഒരു രക്ഷിതാവായിട്ട് കാണുകയാണെങ്കിൽ, സ്നേഹനിധിയായ രക്ഷിതാവായിട്ടാണ് റബ്ബിനെ നമ്മൾ കാണുന്നത് എങ്കിൽ, നമ്മൾ ആ റബ്ബിൽ നിന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്നേഹമായിരിക്കും. നനച്ചിരിക്കുന്നതേ കാണൂ എന്ന് പറയാറുണ്ടല്ലോ. നമ്മൾ എന്താണോ കാത്തിരിക്കുന്നത് അതായിരിക്കും നമ്മൾ കാണുക. നമ്മൾ എന്തോ ഒന്നിങ്ങനെ കേട്ടുകൊണ്ട് എന്തിനോ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത്, എന്തോ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അപ്പോൾ കേൾക്കുന്ന എല്ലാ ശബ്ദവും ആ രീതിയിലുള്ളതാണെന്ന് തോന്നും. ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആര് വാതിലിൽ മുട്ടിയാലും അയാളാണ് എന്നേ നമുക്ക് തോന്നുകയുള്ളൂ. അങ്ങനെ നനച്ചിരിക്കുന്നതേ കാണൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ എന്താണോ കൊണ്ട് നടക്കുന്നത് അതായിരിക്കും നമ്മൾ അനുഭവിക്കുക. റബ്ബിനെ ഒരു ഭയപ്പെടുത്തുന്ന ശിക്ഷകനായ രക്ഷിതാവായിട്ട് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്കെപ്പോഴും റബ്ബിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയായിരിക്കും വരിക. നമ്മൾ ചില രക്ഷിതാക്കൾക്ക് മക്കളോടുള്ള ബന്ധമൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില രക്ഷിതാക്കൾ മക്കളെ പേടിപ്പിച്ച് നിർത്തിയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരക്കാരുടെ മുന്നിലേക്ക് എന്തെങ്കിലും ഒരാവശ്യം പറയാനോ മറ്റോ പോകുമ്പോൾ ആദ്യം തന്നെ ആ മക്കളുടെ മനസ്സിൽ വരുന്നത് ആ പേടിയായിരിക്കും, ഭീതിയായിരിക്കും, ബേജാറായിരിക്കും. നേരെ മറിച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇതേപോലെ തന്നെ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടാകും. എങ്ങനെയാണോ നമ്മൾ അവരെ കാണുന്നത് ആ രീതിയിലായിരിക്കും നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴും അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴും അവരുടെ അടുത്തേക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ ഫീലിംഗ് ആ രീതിയിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എങ്ങനെ കാണുന്നുവോ ആ രീതിയിൽ നമുക്ക് റബ്ബിനെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്നേഹനിധിയായ റബ്ബ് നമ്മോട് അവൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ ഖുർആനൊന്നും ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും. നമുക്ക് ഖുർആൻ എടുത്തു നോക്കിയാൽ റബ്ബ് നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവൻ ഇടയ്ക്കിടെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്കിതൊക്കെ ഒന്ന് അനുസരിച്ചുകൂടെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ദൃഷ്ടാന്തങ്ങൾ ഞാൻ തന്നിട്ടും അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ എന്ന്, അഫലാ തഅഖിലൂൻ, നിങ്ങൾക്കൊന്ന് ചിന്തിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ചില ആയത്തുകളുടെ ശൈലി എടുത്തു നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒന്ന് ആലോചിക്കുക, റബ്ബിന് നമ്മുടെ മേലുള്ള അധികാരത്തിൻ്റെ വലിപ്പം എത്രയാണ്? റബ്ബിന് നമ്മുടെ മേലുള്ള അധികാരത്തിൻ്റെ വലിപ്പം എത്രയാണ് എന്ന് ആലോചിച്ച് നോക്കുക. അഥവാ അവൻ തരുന്നതാണ് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ നിമിഷത്തെയും ജീവിതം. ഈ നിമിഷം നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അടുത്ത നിമിഷം നമ്മൾ ജീവിക്കണമെന്നില്ല. അടുത്ത നിമിഷവും നമ്മെ അവൻ ജീവിപ്പിക്കുന്നുണ്ട്. ഈ നിമിഷം നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ളത് കൊണ്ട് അടുത്ത നിമിഷം നമ്മൾ സുരക്ഷിതരാവണമെന്നില്ല. ആ അടുത്ത നിമിഷത്തിലും അവൻ നമ്മെ സുരക്ഷിതനായിട്ട് നിലനിർത്തുന്നുണ്ട്. ഈ നിമിഷം നമ്മൾ മുഅ്മിനാണ് എന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷവും നമ്മൾ മുഅ്മിനായിക്കൊള്ളണമെന്നില്ലല്ലോ. ഹദീസിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അവസാന കാലം വരുമ്പോൾ യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറ, വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. രാവിലെ മുഅ്മിനായിരിക്കും, വൈകുന്നേരമാകുമ്പോഴേക്കും ഈമാൻ ഊരിപ്പോയിട്ടുണ്ടാകും. പടച്ചോൻ കാക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ സാഹചര്യങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ ഇങ്ങനെ കാത്ത് പരിപാലിച്ച് സംരക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ സംരക്ഷണത്തെ നമ്മൾ അറിയുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതിന് റബ്ബിൻ്റെ അധികാരത്തിൻ്റെ വലുപ്പമാണ് നമ്മൾ പറഞ്ഞത്. റബ്ബിന് നമ്മുടെ മേലുള്ള അധികാരം ഇതൊക്കെ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ സമയവും നമുക്ക് ആവശ്യമായ, നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ശ്വാസം കഴിക്കുക എന്നുള്ളത്. നമ്മൾ അറിയാതെ ശ്വാസം ഇങ്ങനെ എല്ലാ സമയത്തും കഴിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരിക്കൽ പോലും നമ്മളത് മറന്നു പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ പരിപാലിക്കുന്ന ഒരു റബ്ബ്, എന്നിട്ടും നിങ്ങൾ എന്നെ ധിക്കരിക്കുകയാണോ എന്ന് റബ്ബിന് ചോദിക്കാം. റബ്ബിനോട് റബ്ബിനെ അനുസരിക്കാൻ അവന് നമ്മോട് പറയാൻ ഏത് ശൈലിയും ഉപയോഗിക്കാം. നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഖുർആനിൽ ഇബാദത്ത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുകൾ, ഉഅ്ബുദു റബ്ബക്കും അല്ലെങ്കിൽ ഉഅ്ബുദുല്ലാഹ എന്ന് പറയുന്ന ആയത്തുകൾ ഒന്ന് എടുത്തു നോക്കുക. എല്ലാവരുടെ കയ്യിലും മൊബൈലൊക്കെ ഉണ്ടാവുമല്ലോ. മൊബൈലിൽ ഖുർആൻ ഉണ്ടെങ്കിൽ അതിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഈ രീതിയിലുള്ള കുറേ ആയത്തുകൾ ഒറ്റയടിക്ക് നമുക്ക് കാണാൻ പറ്റും.
ഉഅ്ബുദു റബ്ബക്കും അല്ലെങ്കിൽ ഉഅ്ബുദുല്ലാഹ എന്ന് പറയുന്ന ആയത്തുകൾ, ഈ ആയത്തിൻ്റെ ഒക്കെ മുമ്പും ശേഷവുമുള്ള കാര്യങ്ങളൊന്നും എടുത്തു നോക്കൂ. ഒരൊറ്റ ഉദാഹരണം പറയാം. യാ അയ്യഹല്ലദീന ആമനുത്തഖുല്ലാഹ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഉഅ്ബുദു റബ്ബക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നത് നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ മുമ്പുള്ളവരെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. നിങ്ങൾക്ക് ആകാശങ്ങൾ കീഴ്പ്പെടുത്തി തന്ന, നിങ്ങൾക്ക് കടൽ കീഴ്പ്പെടുത്തി തന്ന, നിങ്ങൾക്ക് ഭൂമിയും ഇവിടെയുള്ള വൃക്ഷലതാദികളും ഇതെല്ലാം തന്ന റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. നിങ്ങൾക്ക് മഴ വർഷിച്ചു തന്ന റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. ഇങ്ങനെ കുറേ അനുഗ്രഹങ്ങളെ എണ്ണിപ്പറഞ്ഞിട്ടാണ് റബ്ബ് നമ്മോട് പറയുന്നത് നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് റബ്ബ് പറയുന്ന ശൈലിയാണ് ഞാൻ പറയുന്നത്. റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ ശൈലിയാണത്. അധികാരത്തിൻ്റെ ശൈലിയാണ് റബ്ബ് ഉപയോഗിക്കുന്നതെങ്കിൽ റബ്ബിന് ഈ വിശേഷണങ്ങളൊക്കെ നമ്മൾ ഒന്നും വേണ്ട, നമ്മോട് നമ്മുടെ ഉമ്മ വന്നിട്ട് പറയുകയാണ്, മോനെ ഞാൻ നിനക്ക് അതും ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുകൊണ്ട് നീ ഒന്ന് അങ്ങാടിയിൽ പോയിട്ട് ഈ സാധനം ഒന്ന് വാങ്ങിത്താ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തം വിട്ട് നോക്കൂലേ? ഉമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്ന് അങ്ങാടിയിൽ പോയിട്ട് ഇത് വാങ്ങണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം സിമ്പിളായിട്ടൊന്ന് പറഞ്ഞാൽ ഞാനിത് കേൾക്കൂലേ? ഇതിന് എന്നോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ആമുഖങ്ങളും മുഖവുരകളൊക്കെ ഇട്ടിട്ട് പറയേണ്ട ആവശ്യം? നമ്മൾ അത്ഭുതപ്പെടില്ലേ? ഇനി ഉമ്മ പറഞ്ഞാൽ നമുക്കങ്ങനെ അത്ഭുതം തോന്നുന്നുണ്ടെങ്കിൽ റബ്ബ് നമ്മളോട് ഈ പറയുന്നതൊക്കെ നമ്മൾ എത്ര അത്ഭുതത്തോടെയാണ് നമ്മൾ കേൾക്കേണ്ടത്? നിങ്ങൾക്ക് മഴ ഒരുക്കി തന്ന, ഭൂമിയെ കീഴ്പ്പെടുത്തി തന്ന, രാത്രി നിങ്ങൾക്ക് നല്ല സുബാത്ത, നല്ല ഉറക്കം, വിശ്രമമുള്ള ഉറക്കമാക്കി തന്ന റബ്ബിനെ അങ്ങനത്തെ എന്നെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. നിങ്ങൾക്ക് ഭൂമി വിരിപ്പാക്കി തന്ന റബ്ബിനെ, പകല് നിങ്ങൾക്ക് ഉള്ള ജീവിതത്തിനുള്ള ജീവനോപാധികൾ തേടാനുള്ള ഒരു വഴിയാക്കി തന്ന റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് റബ്ബ് നമ്മോട് അവനെ ഇബാദത്ത് ചെയ്യാൻ പറയുന്നത് പോലും. ഇനി ഇതിൻ്റെ ഇടക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് കീഴിൽ എന്ന് തോന്നുന്നവരോട്, നമുക്ക് താഴെ ഉള്ളവർ എന്ന് നമുക്ക് തോന്നുന്നവരോട് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറയാറുള്ളത്? ഇത് ചെയ്യുമെന്ന് പറയുന്നത് ഒട്ടും അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ആമുഖങ്ങളോ മുഖവുരകളോ അപേക്ഷകളോ ഒന്നുമില്ലാതെ, പ്രത്യേകിച്ച് ഇംഗ്ലീഷാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലീസ് ഉണ്ടാകും, അറബിയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ ഒരു തഫദ്ദുൽ എന്നുള്ള രീതിയിലുള്ള ഒരു വാക്കെങ്കിലും ഉണ്ടാകും, ഒരു വിനയത്തിൻ്റെ വാക്ക്. അത് എത്ര വലിയ ഒരാളുടെ കൽപ്പനയാണ് വരുന്നതെന്നുണ്ടെങ്കിലും ആ രീതിയിലുള്ളൊരു പ്രയോഗമുണ്ടാകും. മലയാളത്തിൻ്റെ പ്രയോഗം കൂടി അങ്ങനെ പോയത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ വന്നത്. പക്ഷേ എങ്ങനെ നോക്കിയാലും റബ്ബ് നമ്മോട് പറയുന്ന ഈ ഒരു അപേക്ഷാ സ്വരത്തിലുള്ള പറച്ചിലല്ലേ? എന്തിനാണ് അങ്ങനെ പറയേണ്ട ആവശ്യം? നമ്മുടെ മനസ്സിനൊന്ന് കുളിർമ തരാൻ വേണ്ടി, നമ്മെ ഒന്ന് സുഖപ്പെടുത്തിയിട്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ, ഇതൊക്കെ ഈ ഒരു ബോധമൊക്കെ നിങ്ങൾക്കുണ്ടാവട്ടെ. എന്നിട്ടെങ്കിലും നിങ്ങൾ എന്നെ ഒന്ന് പിൻപറ്റൂ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ എന്ന് പറയുന്ന റബ്ബ്. അപ്പോൾ അവൻ്റെ സ്നേഹം എത്രയാണ്? അപ്പോൾ ആ സ്നേഹമാണ് നമുക്ക് അനുഭവിക്കേണ്ടത്, നമുക്കറിയേണ്ടത്. നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും നമ്മൾ ജസ്റ്റ് ഒരു കാര്യം ഒന്ന് എടുത്തു നോക്കുക. ഈ ഒരു ദിവസം ഇവിടുന്ന് അങ്ങോട്ട് നാളെ വരെയുള്ള ഒരു ദിവസം നിങ്ങൾ ഭക്ഷണം കഴിക്കുമല്ലോ. ഒന്നല്ല, രണ്ടല്ല, 3 നേരമൊക്കെ ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ അതിലപ്പുറം കഴിക്കും. ചിലപ്പോൾ അതിനേക്കാൾ അധികം പ്രാവശ്യം നമ്മൾ വെള്ളം കുടിക്കും. ഈ വെള്ളം കുടിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മനസ്സ് കൊടുത്തിട്ട് ഒരു ബോധം അതിൻ്റെ കൂടെ ചേർത്ത് വെക്കുക. ഞാൻ ഭക്ഷണം കഴിക്കുകയല്ല, എൻ്റെ റബ്ബ് എന്നെ ഭക്ഷിപ്പിക്കുകയാണ് എന്ന ഒരു ബോധത്തോടു കൂടി ഭക്ഷണം കഴിച്ച് നോക്കൂ. എൻ്റെ റബ്ബ് എന്നെ ഭക്ഷിപ്പിക്കുകയാണ്. ചെറിയ മക്കളെ നോക്കിയാൽ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ എത്തിയതിന് ശേഷവും ചിലപ്പോൾ അവർ പറയും, എനിക്കിന്ന് ഉമ്മ വാരിത്തരണം, അല്ലെങ്കിൽ വാപ്പ വാരിത്തരണം, അല്ലെങ്കിൽ എൻ്റെ ഇത്താത്ത അല്ലെങ്കിൽ ഇക്കാക്ക വാരിത്തരണം എന്ന് പറഞ്ഞിട്ട് അവർ പറയില്ലേ? വാരിക്കൊടുക്കുമ്പോൾ വേറെ ഒരു ഫീലാണ്. അതേപോലെ നമ്മൾ റബ്ബ് എന്നെ ഭക്ഷണം കഴിപ്പിക്കുകയാണ് എന്ന രീതിയിൽ, സത്യത്തിൽ അവനല്ലേ നമ്മുടെ കയ്യിലേക്ക് ഭക്ഷണങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. അവനാണ് നമുക്ക് വേണ്ടി കണക്കാക്കിയ ആ ഒരു ഭക്ഷണം നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഓരോ വഴികളും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഓരോ നിമിഷവും നമ്മുടെ കൂടെയുണ്ട് റബ്ബ്. ആ റബ്ബിനെ അനുഭവിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള കുറച്ചുകൂടി ഡീപ്പർ ലെവലിലുള്ള ടൂളുകളും മറ്റുമൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു കോഴ്സാണ്, ഒരു വർക്ക്ഷോപ്പാണ് മെഹ്ഫിലെ മഹബ്ബ എന്ന 5 ദിവസത്തെ കോഴ്സ്.
ഇൻഷാ അല്ലാഹ് ഈ 25-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ ഒന്നുകൂടി വിഷയത്തിലേക്ക് വരുന്നു. അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഫമാ ദന്നുക്കും ബി റബ്ബിൽ ആലമീൻ. നമ്മൾ ഇടയ്ക്കിടെ നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഫമാ ദന്നുക്കും ബി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനെ പറ്റി നിങ്ങളുടെ വിചാരം എന്താണ്? ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിനെ പറ്റി നിങ്ങളുടെ വിചാരം എന്താണ് എന്ന് റബ്ബ് ചോദിക്കുന്നു. അവിടെ മറ്റൊന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. റബ്ബ് പറയുന്നത്, ഞാൻ മോനെ അല്ലെങ്കിൽ മോളെ, ഞാൻ നിൻ്റെ മാത്രം രക്ഷിതാവല്ല, ഞാൻ റബ്ബുൽ ആലമീനാണ്. ഈ പ്രപഞ്ചവും യൂണിവേഴ്സ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് മൾട്ടിവേഴ്സ്, പ്രപഞ്ചങ്ങൾ, ഒന്നിലധികം പ്രപഞ്ചങ്ങളുണ്ട് എന്ന് ശാസ്ത്രം തന്നെ പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രപഞ്ചങ്ങളുടെ എല്ലാം രക്ഷിതാവായ ഞാൻ, അങ്ങനത്തെ എല്ലാം പരിപാലിക്കുന്ന എനിക്ക് നീയാകുന്ന ഒരു വ്യക്തിയെ പരിപാലിക്കുക എന്നുള്ളതും നിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരിക എന്നുള്ളതും എത്ര സിമ്പിളാണെന്ന് നിനക്കറിയാമോ എന്നാണ് റബ്ബ് ഈ ഒരു ആയത്തിലൂടെ ചോദിക്കുന്നത്. ഫമാ ദന്നുക്കും ബി റബ്ബിൽ ആലമീൻ, റബ്ബിനെ പറ്റി നിങ്ങളുടെ വിചാരം എന്താണ് എന്ന്. റബ്ബുൽ ആലമീനായവനെ പറ്റി നിങ്ങളുടെ വിചാരം എന്താണ് എന്ന്. അപ്പോൾ ആ ഒരു വിചാരത്തോടു കൂടി നമ്മൾ റബ്ബിനെ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സമയത്തും നമുക്ക് ആവശ്യമായതെല്ലാം ചെയ്തു തരുന്നവനായ റബ്ബ്, അങ്ങനത്തെ ഒരു റബ്ബിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയാൽ, എപ്പോഴും റബ്ബിനെ കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഒന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് യാ റബ്ബി എന്ന് ഒന്ന് നിശ്വാസം വിടുന്ന സമയത്ത് റബ്ബേ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇടക്ക് ഒന്ന് എന്തെങ്കിലുമൊക്കെ പണീൻ്റെ ഇടക്ക് പടച്ചോനെ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടാകും. ആ വിളി ഒന്നുകൂടി ഒരു ആഴത്തിലുള്ള വിളിയാക്കിയാൽ എത്ര രസമുണ്ടാകും. റബ്ബേ എന്ന് വിളിക്കുമ്പോൾ കുറച്ചുകൂടി മധുരമുള്ള വിളിയാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ എങ്ങനെയുണ്ടാകും. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശീലനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങളായിരിക്കും കേട്ടോ. നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ല വലിയ റിസൾട്ട് ഉണ്ടാക്കേണ്ടത്. ഖുർആനിൽ അള്ളാഹു പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്, തഹ്സബുനഹു ഹയ്യനൻ വഹുവ ഇൻദല്ലാഹി അദീം. നിങ്ങൾ അതിനെ നിസ്സാരമായിട്ട് കാണുന്നുണ്ടാകും. വഹുവ ഇൻദല്ലാഹി അദീം, അള്ളാഹുവിൻ്റെ അടുത്ത് അത് വലിയ കാര്യമാണ് എന്ന്. നമുക്ക് പലർക്കും അറിയാവുന്നൊരു ഹദീസായിരിക്കും. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനുണ്ട് മുന്നിൽ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങളാരും വിശ്വാസികളാവുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കൂല. പൂർണ്ണ വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കില്ല. എന്നിട്ട് പിന്നെ പറയുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ പൂർണ്ണ വിശ്വാസികളാവുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ ഈമാൻ വേണമെങ്കിൽ പരസ്പരം സ്നേഹം വേണം. എന്നാൽ ഈ പരസ്പരം സ്നേഹം വരാൻ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾ സലാം പരമാവധി വ്യാപിപ്പിക്കണമെന്ന് പറയുന്നു. എന്നിട്ടോ ഈ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള ഏറ്റവും നല്ലൊരു ഷോർട്ട് കട്ടാണ് അസ്സലാമു അലൈക്കും എന്നല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചെറിയ കാര്യമാണ്. ഒരാളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം. അത് മനസ്സറിഞ്ഞിട്ടൊന്ന് പറയുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അസ്സലാമു അലൈക്കും എന്ന് ഒരാളോട് പറയുമ്പോൾ എൻ്റെ റബ്ബിൻ്റെ, ഈ പ്രപഞ്ചരക്ഷിതാവിൻ്റെ, ഇവിടെയുള്ള എല്ലാ ശക്തികളുടെയും ഊർജമായ റബ്ബിൻ്റെ, എല്ലാത്തിൻ്റെയും കാമ്പായി കിടക്കുന്ന റബ്ബിൻ്റെ ഈ അനുഗ്രഹത്തെ നിൻ്റെ മേൽ വർഷിക്കട്ടെ എന്നാണ് നമ്മൾ ഒരാളോട് പറയുന്നത്. എന്നിട്ട് അയാൾ വഅലൈക്കും സലാം എന്ന് നമ്മോട് പറയുമ്പോൾ ആ റബ്ബിൻ്റെ സലാം, രക്ഷയും റഹ്മത്തും ബറക്കത്തും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് അയാൾ ഇങ്ങോട്ടേക്ക് പറയുമ്പോൾ നമ്മളതിനെ എൻ്റെ മേലേക്ക് എൻ്റെ റബ്ബിൻ്റെ സലാമും ബറക്കത്തും രക്ഷയും എല്ലാം വർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ഒരു ഫീലിങ്ങോടുകൂടി നമ്മൾ ആ വഅലൈക്കും സലാം എന്നുള്ളതിനെ സ്വീകരിച്ചു നോക്കൂ. സലാം പറയുന്നതിന് മധുരം കൂടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ചെറിയ കാര്യമാണ് സലാം പറയുക എന്നുള്ളത്. സലാം പറഞ്ഞിട്ട് പരമാവധി സലാം വ്യാപിപ്പിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് എത്താം എന്നുള്ളത്. ഇനി മറ്റൊരു വിഷയം, ഹദീസിൽ തന്നെ വന്നിട്ടുള്ള, ചരിത്രത്തിൽ വന്നിട്ടുള്ള ഒരു ഉദാഹരണമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു ഒരു യുദ്ധവിജയം. ഒരിക്കൽ ഒരു ജിഹാദിന് വേണ്ടി പോയിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കളോട് പോരാടാൻ പോയിട്ട് വിജയം എത്രയായിട്ടും പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്നില്ല. വിജയത്തിൻ്റെ വക്കോളം എത്തും, വീണ്ടും
പരാജയത്തിലേക്ക് പോകുന്നൊരവസ്ഥ. ഇങ്ങനെ വിജയം ഇങ്ങനെ വൈകുന്നത് കണ്ടപ്പോൾ ആ സേനാനായകൻ ഖലീഫക്ക് ഒരു കത്തെഴുതുകയാണ്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എത്ര വിജയിക്കും, ഇപ്പം ജയിക്കും എന്ന് തോന്നുന്ന സമയത്ത് വിജയം കപ്പിൻ്റെയും ചുണ്ടിൻ്റെയും ഇടയിൽ വിജയം കൈവിട്ടു പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് കത്തെഴുതിയപ്പോൾ ആ മഹാനായ ഖലീഫ തിരിച്ച് മറുപടി കൊടുത്തത്, നിങ്ങൾ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതെങ്കിലും ഒരു സുന്നത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തു നോക്കൂ എന്നാണ് തിരിച്ച് മറുപടി കൊടുത്തത്. അങ്ങനെ അവർ പറഞ്ഞത് സിവാക്ക്, ബ്രഷ് ചെയ്യുക എന്നുള്ള ഒരു സുന്നത്തിനെ പലരും അന്ന് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫലമായിട്ടാണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് ചരിത്രത്തിൽ നടന്നൊരു സംഭവമാണ്. ജിഹാദ് എന്ന് പറയുന്നത് ദീനിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ട് വന്ന ഒരു സമയത്ത് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ ആ വിജയത്തിന് തടസ്സം നിൽക്കാൻ മാത്രം പവർ സിവാക്ക് അവർ ചെയ്തില്ല, ബ്രഷിങ് അവർ ഉപേക്ഷിച്ചു എന്ന ഒരു കാര്യമാണ് എങ്കിൽ, ബ്രഷിങ് ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അന്ന് തീരെ പല്ല് തേച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കരുത്. നിസ്കരിക്കുന്ന സമയത്ത്, അങ്ങനെ ഖുർആൻ ഓതുന്ന സമയത്ത്, പല സമയത്തും സിവാക്ക് സുന്നത്താണ്. അപ്പം അത് അങ്ങനെ ഒരു സുന്നത്ത് നിങ്ങൾ കൊണ്ട് നടന്നിട്ടില്ല എന്നതുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാക്കിയപ്പോൾ, ആ ഒരു വിഷയം ശരിയാക്കിയപ്പോൾ വളരെ പെട്ടെന്ന് വിജയം കൈവരുകയും ചെയ്തു. നിസ്സാരമായ കാര്യമാണ്, പക്ഷേ അതിൻ്റെ റിസൾട്ട് വലുതായിരുന്നു. ഇനി ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗർ ഗുഹയിൽ ഹിജ്റയുടെ സമയത്ത് അവിടെ അള്ളാഹു സംരക്ഷണം ഒരുക്കിയത് എന്തുകൊണ്ടായിരുന്നു? ഒന്നാലോചിക്കണം. സൗർ ഗുഹയും ആ ഹിജ്റയുടെ സന്ദർഭവും എന്ന് പറയുന്നത് അതിനുശേഷം ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായ സംരക്ഷണമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. കേവലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും സംരക്ഷണം ഒരുക്കുന്നതിനപ്പുറം ശത്രുക്കൾ കയ്യിൽ കിട്ടിയാൽ വധിക്കാൻ കാത്തു നിൽക്കുന്ന ആ സമയത്ത് അള്ളാഹു അവിടെ സംരക്ഷണം ഒരുക്കിയത് എന്തുകൊണ്ടായിരുന്നു? വലിയ ആ സൗർ മല കയറിയവർക്കറിയാം, അവിടെ ഇഷ്ടം പോലെ പാറകളുണ്ട്, വലിയ പാറകളുണ്ട്. ഗുഹക്കപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ പാറക്കൂട്ടങ്ങളുണ്ട്. അതിൽ നിന്ന് നമ്മൾ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു 2-3 ആൾക്കാർ ഒരു ഗുഹയിൽ പെടുകയും ആ ഗുഹയിൽ പെട്ട ശേഷം അവർ ആ മഴ നനയാതിരിക്കാൻ വേണ്ടി ഗുഹയിൽ കയറി ശേഷം ആ ഗുഹാമുഖത്തേക്ക് ഒരു കല്ല് വന്നു വീഴുകയും കല്ല് നീക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും എന്നിട്ട് ഓരോരുത്തരും അവർ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല ഒരു നന്മ എടുത്തു പറഞ്ഞുകൊണ്ട്, അള്ളാഹുവേ, അത് ഞാൻ നിന്നെ മാത്രം ഉദ്ദേശിച്ച് ചെയ്ത നന്മയായിരുന്നു, അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്തു. സ്വഹീഹായ ഹദീസിൽ വന്ന ചരിത്രമാണ്. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന കഥയാണ്. എന്നിട്ട് ആ ദുആ ചെയ്ത സമയത്ത് കല്ല് നീങ്ങി. ഈ സംഭവം ഉള്ളതാണല്ലോ. അപ്പോൾ അതേപോലെ സൗർ മലയിൽ അള്ളാഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും സംരക്ഷണം ഒരുക്കാൻ അവിടെ വേണമെങ്കിൽ ഒരു കല്ലിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഉരുട്ടി വരുത്തിയിട്ട് അവിടെ സംരക്ഷണം ഒരുക്കാമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നൊരു സമയത്ത് അള്ളാഹു സംരക്ഷണം ഒരുക്കിയത് അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞ ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്ത്, ഇന്ന ഔഹനൽ ബുയൂത്തി ലബൈത്തുൽ അൻകബൂത്ത്, ലോകത്തെ ഏറ്റവും ദുർബലമായ വീടാണ് ചിലന്തി വല എന്ന് പറയുന്നു. എന്നിട്ട് ഒരു ചിലന്തി വലയും ഒരു പ്രാവിനെ മുട്ടയിട്ടിപ്പിച്ചും കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും അള്ളാഹു സംരക്ഷണം ഒരുക്കിയത് എന്ന് പറഞ്ഞാൽ, ശേഷമുള്ള ലോകത്തിൻ്റെ ഗതി മാറ്റാൻ അള്ളാഹു ഉപയോഗിച്ച ഒരു കാര്യം ഇത്ര നിസ്സാരമായ കാര്യമായിരുന്നു. നിസ്സാരമായ കാര്യം കൊണ്ട് വലിയ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ചരിത്രത്തിലൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. ജെയിംസ് ക്ലിയറിൻ്റെ ഒരു പുസ്തകമുണ്ട്, ആറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ളത്. അതിൽ പറയുന്നത് തന്നെ ടൈനി ചേഞ്ചസ് ആൻഡ് വലിയ റിസൾട്ട് എന്നാണ്. ചെറിയ ചേഞ്ചുകൾ വരുത്തിയിട്ട് വലിയ റിസൾട്ടുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ സൂക്ഷ്മമായ ചില ശീലങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മൾ വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുന്ന പുസ്തകമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ചെറിയ ചെറിയ ടൂളുകളിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമാക്കി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു പുതിയ ശീലം ഉണ്ടാക്കിയെടുക്കുവാനും അതേപോലെ തന്നെ പഴയ ശീലങ്ങൾ മാറ്റിയെടുക്കാനുമെല്ലാം
പഴയ ശീലങ്ങൾ മാറ്റിയെടുക്കാനും എല്ലാത്തിനും നമുക്ക് സഹായിക്കുന്നതാണ് ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ ശീലങ്ങളിൽ മാറ്റം വരുത്തിയിട്ട്, സൂക്ഷ്മമായ മാറ്റം വരുത്തിയിട്ട്. അപ്പോൾ അത്തരം രീതിയിലുള്ള ചില ടൂളുകൾ ഉപയോഗിച്ചിട്ട് റബ്ബ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ അനുഭവത്തെ കൂടെ നിർത്തുക എന്നുള്ളതാണ് മഹ്ഫിലെ മഹബ്ബയിൽ നമ്മൾ പരിശീലിക്കുന്നത്. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഇത്രമാത്രമാണ് പറയാനുള്ളത്. റബ്ബിനോട് നമുക്കുള്ള സ്നേഹം, റബ്ബ് നമ്മെ സ്നേഹിക്കുന്നത്, ആ സ്നേഹം സദാ അനുഭവിക്കാനുള്ള ചില മരുന്നുകൾ നമുക്ക് എങ്ങനെ ജീവിതത്തിൽ കൊണ്ടു നടക്കാം എന്നതിനുള്ള ഒരു പരിശീലന കളരിയാണ് മഹ്ഫിലെ മഹബ്ബ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്കും മറ്റും ഷെയർ ചെയ്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്, അവർക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരാവുന്നതാണ്. ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള കുറച്ച് ടൂളുകളാണ്. ഇത് നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമ്മളൊരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അയാളോട് സംസാരിച്ചിരിക്കാൻ ഒന്ന് ആഗ്രഹം പ്രകടിപ്പിക്കും. ഒന്ന് ഒഴിവ് സമയം കിട്ടിയാൽ അവരോടൊന്ന് സംസാരിക്കാൻ പറ്റിയെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകും. ഇങ്ങനെ നമുക്ക് റബ്ബിനോടൊന്ന് സംസാരിച്ചാലോ? എല്ലാ ദിവസവും ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു 5 മിനിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഒഴിവ് കിട്ടുന്നത് സ്വസ്ഥമായിട്ട് മറ്റു തിരക്കുകളൊന്നുമില്ലാത്തൊരു സമയത്ത് ഒരു 5 മിനിറ്റ് മാറി നിന്നിട്ട് ഒറ്റയ്ക്കിരുന്നിട്ട് റബ്ബിനോട് സംസാരിക്കുക. അത് ദുആയൊന്നുമല്ല കേട്ടോ. ദുആ ആയിട്ട് ഒരു ചടങ്ങായി പോകുന്ന, ഒരു റിച്വലായി പോകുന്ന രീതിയിലല്ല പറയുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മൾ സ്നേഹവും ആദരവും കൽപ്പിക്കുന്ന ഒരാളോട് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് പോലെ റബ്ബിനോടൊന്ന് സംസാരിക്കുക. അതിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയാം, കൂട്ടത്തിൽ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാകരുത്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാം, നമുക്കുള്ള സന്തോഷങ്ങളെക്കുറിച്ച് പറയാം. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ നടക്കുന്നില്ലേ? ഒന്നുമില്ലെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് വല്ലാതെ ടേസ്റ്റുള്ള ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുന്നുണ്ടാവില്ലേ? അതിൻ്റെയൊക്കെ വിശേഷം റബ്ബിനോടും ഇങ്ങനെ പറയുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. ഒരു 5 മിനിറ്റ് ഇതിനു വേണ്ടി ചിലവഴിക്കുക. കൂട്ടത്തിൽ എന്തുകൂടി പറയുക, റബ്ബേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നിങ്ങനെ കുറച്ച് പ്രാവശ്യം ഒന്നിങ്ങനെ പറഞ്ഞു നോക്കുക. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുക. ഇതിന് കുറഞ്ഞ ഒരു സമയം, ഒരു 5-10 മിനിറ്റ് എടുത്തിട്ട് ഒരു 4-5 ദിവസം നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കൂ. റബ്ബ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഫീലിങ്ങിന് മാറ്റം വരും. അപ്പോൾ ചില ശീലങ്ങൾ, ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധാരണ പറയാണ്ട് 21 ദിവസം തുടർച്ചയായിട്ട് അത് ചെയ്താൽ മതി എന്നുള്ളത്. അല്ലെങ്കിൽ ചിലത് ഒരിക്കലും മാറാത്ത ശീലമായിട്ട് നമ്മൾ കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ 100 ദിവസം, നമ്മളെ ഒരു സെൽ റീബർത്തിൻ്റെ ഒരു സമയം എന്ന രീതിയിൽ 100 ദിവസം എന്നൊക്കെ പറയാറുണ്ട്, ഒരു 100 ഡേയ്സ് ടാസ്ക് ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതിന് നമ്മൾ അധികം സമയം, നമ്മുടെ ജോലി തിരക്ക് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇതിനൊക്കെ എങ്ങനെ സമയം കണ്ടെത്തുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ചില ടൂളുകൾ ഉപയോഗിച്ചിട്ട് ഇത് നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കൂ. എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഒന്ന് പരിശ്രമിച്ച് നോക്കുക. റബ്ബിനോട് ആ സ്നേഹം ഇനി ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ റബ്ബിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. റബ്ബേ എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞു നോക്കൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് റബ്ബ് എന്നുള്ളത് ഒരു സ്നേഹവർഷമായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. അപ്പോൾ അതിനു വേണ്ടി പരിശ്രമിക്കുക. അവൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് അല്ലാഹു നൽകട്ടെ. പടച്ചവൻ അവൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സത്യത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരാൾ നമ്മോട് പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ മനസ്സിൽ അത് തോന്നിപ്പിച്ചവൻ മേലെയുണ്ടല്ലോ, അവൻ തോന്നിപ്പിച്ചിട്ടല്ലേ ഇയാളുടെ മുഖത്തൊരു പുഞ്ചിരി വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പുഞ്ചിരി പോലും അവൻ്റെ ദാനമാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ കുറേ പേരെ കാണുന്നുണ്ടാകും ഒരു ദിവസം. ചിലപ്പോൾ വീട്ടുകാരെ മാത്രമായിരിക്കും കാണുന്നുണ്ടാവും, എന്നാലും വീട്ടുകാർ നമ്മോട് സന്തോഷത്തോടെ നമ്മുടെ മുഖത്ത് നോക്കുന്നത്, അല്ലെങ്കിൽ സന്തോഷത്തോടെ നമ്മോട് പുഞ്ചിരിക്കുന്നത്, അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒന്ന് ഈ പറഞ്ഞ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ. എൻ്റെ റബ്ബ് അയാളുടെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടാണല്ലോ ആ പുഞ്ചിരി അല്ലെങ്കിൽ ആ മുഖപ്രസന്നത എന്നോട് അവർ കാണിക്കുന്നത് എന്നാലോചിച്ച് നോക്കുമ്പോൾ എല്ലാം എൻ്റെ റബ്ബ് തരുന്നതാണ്, എല്ലാം എൻ്റെ റബ്ബ് തരുന്നതാണ് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടും. അങ്ങനെ ആ ഫീലിങ്ങോട് കൂടി നമ്മളിങ്ങനെ ജീവിക്കുന്ന സമയത്ത്, ആ ഫീലിങ്ങിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നിസ്കാരത്തിനൊക്കെ മധുരമുണ്ടാകും, നമ്മുടെ ശ്വാസത്തിന് മധുരമുണ്ടാകും. നമ്മളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ചെല്ലുമ്പോൾ പടച്ചോനെ എനിക്ക്
ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ റബ്ബിൻ്റെ ദിക്റാണല്ലോ ഞാൻ കൊണ്ട് നടക്കുന്നത് എന്നൊരു ഫീലിങ്ങിലായിരിക്കും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ നമ്മൾ കൊണ്ട് നടക്കുക. റബ്ബേ, നീ എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം നിന്റെ അടിമയാവാൻ പറ്റി എന്നുള്ളതാണ് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. നീ എനിക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം നീ എന്നെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മളൊന്ന് നന്ദി പറയുന്ന ഒരു സാഹചര്യമൊക്കെ ആക്കിയിട്ട് നേരത്തെ പറഞ്ഞ ആ ഒരു 5-10 മിനിറ്റുള്ള സംസാരം നമ്മളൊന്ന് മാറ്റാൻ ശ്രമിച്ചാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് കുറേ ഫുതുഹാത്തുകൾ, കുറേ ഓപ്പണിങ്സ് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരികയും ചെയ്യും. സത്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്നേഹിക്കാനും അവൻ്റെ സ്നേഹം അനുഭവിക്കാനും മാത്രമായിട്ടാണല്ലോ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. അഹ്ബബ്തു അൻ ഉഅറഫ ഫഖലഖ്തുൽ ഖൽഖ എന്ന് പറയുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട എന്നെ അറിയാൻ എനിക്കിഷ്ടപ്പെട്ടപ്പോൾ അപ്പോഴാണ് സൃഷ്ടികർമ്മം നടന്നിട്ടുള്ളത്. അപ്പോൾ റബ്ബിൻ്റെ സ്നേഹത്തിൻ്റെ പ്രസരണമാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം, ഇവിടെ നമ്മൾ കേൾക്കുന്നതെല്ലാം. അങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന ആ സ്നേഹത്തെ, എല്ലാവരും എല്ലാ സമയത്തും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്നേഹത്തെ, അതിലേക്കൊന്ന് നോട്ടം തിരിഞ്ഞാൽ മാത്രം മതി. റബ്ബിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം അതാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യവും അത് തന്നെയായിരിക്കും. നമ്മെ അള്ളാഹു സൃഷ്ടിച്ചത് അവനെ സ്നേഹിച്ച് അനുഭവിച്ച് സ്മരിച്ച് ജീവിക്കാനാണ് എങ്കിൽ അപ്പോൾ ആ ഒരു സൃഷ്ടികർമ്മത്തിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യവും അത് തന്നെയായിരിക്കും. നമ്മൾ വെള്ളമുണ്ടാക്കുന്നത് കുടിക്കാനാണെങ്കിൽ ആ വെള്ളം കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് കുടിക്കുക എന്നുള്ള പണിയാണ്. റോഡ് ഉണ്ടാക്കുന്നത് വാഹനങ്ങൾ പോകാനാണെങ്കിൽ ആ റോട്ടിലൂടെ ഏറ്റവും എളുപ്പം വാഹനം പോകാനായിരിക്കും. റെയിലുണ്ടാക്കിയാൽ റെയിലിലൂടെ പോകാൻ ട്രെയിനായിരിക്കും ഏറ്റവും എളുപ്പം ഉണ്ടാവുക. സൃഷ്ടികർമ്മത്തിൻ്റെ ലക്ഷ്യം ഇന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായ കാര്യം അത് തന്നെയായിരിക്കുമെന്ന് ചുരുക്കം. അത് വലിയ റിസ്ക്കുള്ള കാര്യമല്ല എന്ന്, അത്ര വലിയൊരു ഹിമാലയൻ ടാസ്ക് എന്ന് പറയാവുന്ന കാര്യമൊന്നുമല്ല. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ എപ്പോഴും കൂടെയുള്ള ആളല്ലേ റബ്ബ്, അവൻ്റെ സ്നേഹം അനുഭവിക്കാൻ പിന്നെന്തിനാണ് പെടാപാടുപെടുന്നത്? ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. റബ്ബ് തന്നെ പറയുന്നില്ലേ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ അങ്ങോട്ട് ഒരു മുഴമെടുക്കും, നടന്നു വന്നാൽ ഓടിയെടുക്കും. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മളോട്? നിങ്ങൾ എൻ്റെ അടുത്തേക്കൊന്ന് നടന്നു വന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെടുക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഒരാളെ കാണാൻ പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് രസമായിരിക്കും. ഒരാളെ നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ അയാളൊരു 10 സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും. ഒരു മെഷീനാണെന്ന് തന്നെ സങ്കല്പിച്ചോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ റബ്ബ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഒരു മുഴം എടുത്താൽ ഞാൻ അങ്ങോട്ടൊരു ചാണെടുക്കും, അല്ല ഒരു ചാണിൻ്റെ അടുത്താൽ ഒരു മുഴം അങ്ങോട്ടെടുക്കും, നടന്നു വന്നാൽ നിങ്ങളടുത്തേക്ക് ഞാൻ ഓടിയെടുക്കും എന്നിങ്ങനെ പറയുമ്പോൾ റബ്ബ് നമുക്ക് തരുന്ന ആ സാമീപ്യത്തിൻ്റെ മധുരം എത്രയായിരിക്കും. അഫ്ളലുൽ ഈമാനി അൻ തഅലമ അന്നല്ലാഹ മഅക ഹൈസുമാ കുൻത എന്ന ആ ഒരു വാക്കിലുണ്ട് എല്ലാം എന്ന് പറഞ്ഞാൽ ഹദീസിൽ പറയുന്നുണ്ട്, ഏറ്റവും നല്ല ഈമാൻ അൻ തഅലമ, നീ അറിയലാണ്, അനുഭവിക്കലാണ്, അന്നല്ലാഹ മഅക ഹൈസുമാ കുൻത, നീ ഏതവസ്ഥയിലും ഏത് സ്ഥലത്തായാലും റബ്ബ് നിൻ്റെ കൂടെയുണ്ട് എന്ന് നീ അറിഞ്ഞനുഭവിക്കുന്നതിനാണ് ഈമാൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വിഷയം. ഇനി ഇത് സംബന്ധമായിട്ടുള്ള മറ്റ് വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് അതിലേക്കുള്ള എങ്ങനെ ജോയിൻ ചെയ്യാമെന്നുള്ളതിനൊക്കെ ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ഒന്നുകൂടി തുടക്കത്തിൽ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ, ഇന്നത്തെ സംസാരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് മഹ്ഫിലെ മഹബ്ബ എന്ന സോൾട്ടിറ്റ്യൂഡ് നടത്തുന്ന 2ാമത്തെ ബാച്ച് കോഴ്സിലേക്കുള്ള ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വിഷയം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. റബ്ബിൻ്റെ സ്നേഹത്തെ, ഡിവൈൻ ലവ് എന്ന എല്ലാവരും അനുഭവിക്കുന്ന ആ കാര്യത്തെ എങ്ങനെ കൂടുതൽ മധുരിതമായൊരു അനുഭവമാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാം എന്നതിലുള്ളൊരു പരിശീലനമാണ്, ഒരു പരിശീലന കളരിയാണ്. താല്പര്യമുള്ളവർക്ക് സോൾട്ടിറ്റ്യൂഡിൻ്റെ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഇൻഷാ അല്ലാഹ് അറിയിച്ചു തരുന്നതായിരിക്കും. 25-ാം തീയതി മുതൽ രാത്രി 8:30 മുതൽ ഒരു 9:30-10 മണി വരെയൊക്കെ ആയിട്ടുള്ളൊരു 1.5 മണിക്കൂർ 2 മണിക്കൂറുള്ള സെഷനുകളായിട്ടായിരിക്കും 5 ദിവസത്തേക്ക് ഉണ്ടാവുക ഇൻഷാ അല്ലാഹ്.
കഴിയാവുന്നവർ ജോയിൻ ചെയ്യുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ഇനി നിങ്ങൾ നേരത്തെ പറഞ്ഞു തന്ന ടൂളുകളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. റബ്ബിനോട് സംസാരിക്കാൻ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മൾ ചിലവഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ റബ്ബ് എന്നെ ഭക്ഷിപ്പിക്കുന്നു എന്ന ബോധത്തോടു കൂടി നമ്മളൊന്ന് ഭക്ഷിച്ച് നോക്കുക. ഒരാൾ നമ്മളോട് പുഞ്ചിരിക്കുമ്പോൾ എൻ്റെ റബ്ബ് തോന്നിപ്പിച്ചിട്ടാണല്ലോ ഇയാൾ എന്നോട് പുഞ്ചിരിക്കുന്നത് എന്നൊരു ബോധം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇത് ഒരു 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്താൽ അറിയാതെ നമ്മുടെ ശീലമായി മാറിക്കൊള്ളും. പിന്നെ ആ ശീലം നമുക്ക് മുന്നിലേക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നമുക്കൊരടുപ്പം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു ചാൺ അടുക്കുന്നു എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ചാൺ അടുത്താൽ അവൻ്റെ വാഗ്ദാനമാണല്ലോ ഒരു മുഴം ഇങ്ങോട്ടേക്ക് അടുക്കുമെന്നുള്ളത്. ഒരു സ്റ്റെപ്പ് നമ്മൾ അങ്ങോട്ട് വെച്ചാൽ അവനിങ്ങോട്ട് ഓടിയെടുക്കുമെന്നുള്ളത് അവൻ്റെ വാഗ്ദാനമാണ്. അവനാകട്ടെ വാഗ്ദാനങ്ങൾ ലംഘിക്കാത്തവനുമാണ്. അപ്പോൾ അവനെ അറിയുക, അവനവനെ അറിഞ്ഞിട്ട് അവനെ അറിയാനുള്ളതായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ റെക്കോർഡിംഗ് ലിങ്ക് ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിലാക്കുന്നതായിരിക്കും. വൈകി ജോയിൻ ചെയ്ത ആൾക്കാർക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ച ഇതേപോലെ നമുക്ക് സോൾ ടോക്സിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും സ്നേഹവും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.